ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് റേഹു. വീശിയടിക്കുന്ന കാറ്റിൽ അവളുടെ മുടി പറന്നു നടന്നു. മഴയുടെ തുടക്കം എന്ന പോലെ മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് പതിച്ചു. ആളും ആരവും ഒഴിഞ്ഞ ആ കോളേജ് ക്യാമ്പസിൽ ഒരു ഒഴിഞ്ഞ കോണിൽ നിൽക്കുകയാണ് അവർ രണ്ടുപേരും. എന്നാ ഏട്ടാ പറയാനുള്ളത്? എന്തിനാ എന്നെ വിളിച്ചേ? കാറ്റിൽ പറക്കുന്ന മുടികളെ ഒതുക്കി വെച്ചുകൊണ്ട് അവൾ അവനോട് ചോദിച്ചു. ഈ വരുന്ന ആഴ്ച എന്റെ കല്യാണമാണ്, നീ വരണം. പിന്നെ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ നീ അറിയും, ശ്രുതിയാണ്. ഞങ്ങൾ തമ്മിൽ കഴിഞ്ഞ 2 വർഷമായി പ്രണയത്തിലാണ്. ഇപ്പോൾ ക്ലാസ് എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടുകാർ എല്ലാവരും തീരുമാനിച്ചു, ഞങ്ങളുടെ കല്യാണം ഫിക്സ് ചെയ്തു. ഈ വരുന്ന ബുധനാഴ്ചയാണ്. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ വെച്ചാണ്. ആദ്യത്തെ കുറി എന്റെ വക നിനക്കാണ്. വാങ്ങിച്ചോ. കയ്യിലുള്ള കല്യാണക്കുറി അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. അവൻ പറയുന്നത് കേട്ട് ആ പെണ്ണ് ഞെട്ടിത്തരിച്ചു നിന്നു. കഴിഞ്ഞ 4 വർഷത്തെ പ്രണയം. ഏട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നേ? കല്യാണമാണെന്നോ? അപ്പൊ ഞാനോ? നമ്മുടെ പ്രണയമോ? അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ കുമിഞ്ഞു കൂടി തുടങ്ങിയിരുന്നു. നമ്മുടെ പ്രണയമോ? അതിന് ഞാൻ നിന്നെ പ്രണയിച്ചിട്ടില്ലല്ലോ. നീയല്ലേ എന്നെ പ്രണയിച്ചേ? മാറിൽ കൈ കെട്ടി നിന്നുകൊണ്ട് അവൻ ചോദിച്ചു. ഒരിക്കൽ പോലും എന്നോട് ഇഷ്ടം തോന്നിയിട്ടില്ലേ? കവിളിൽ കൂടി ഒഴുകിയിറങ്ങുന്ന കണ്ണീരിനെ ഒരു കൈ കൊണ്ട് തുടച്ചു മാറ്റിക്കൊണ്ട് അവൾ ചോദിച്ചു. ഇല്ല, ഒരിക്കൽ പോലും എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നിയിട്ടില്ല. ഇനി ഒട്ട് തോന്നുകയുമില്ല. തന്റെ മുന്നിൽ നിൽക്കുന്നവളെ നോക്കാതെ വേറെ എങ്ങോട്ടോ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. എന്നെ ഇഷ്ടമല്ലാത്തതിന്റെ കാരണം എന്താ? തേങ്ങൽ അടക്കി പിടിച്ചുകൊണ്ട് ആ പാവം പെണ്ണ് ചോദിച്ചു. കാരണമല്ലേ ഉള്ളൂ. നീ കണ്ണാടിയിൽ ഒന്ന് പോയി നോക്കിയേ. കറുത്ത മുഖം, എണ്ണ തേച്ച് പതുക്കി വെച്ചിരിക്കുന്ന മുടി, വണ്ണം വെച്ച് ഒരു കുട്ടിയാന പോലെ. പിന്നെ എന്ത് യോഗ്യതയാണ് എന്നെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരനെ കെട്ടാൻ? പഠിപ്പുണ്ട്, അതെനിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് എന്റെ തലയിൽ നിന്നൊന്ന് ഒഴുകി പോകണം പ്ലീസ്. അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അപ്പോ എന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞത് വെറുതെ ആയിരുന്നോ? അവനെ നോക്കി അവൾ ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ കോളേജ് ടൈമിലുള്ള ടൈം പാസ് ആണ്. അല്ലാതെ എനിക്ക് തലയ്ക്ക് വട്ടുണ്ടോ നിന്നെ പോലെ ഒരു പെണ്ണിനെ പ്രേമിക്കാൻ? നീ അന്ന് ഓർക്കുന്നുണ്ടോ, ഞാൻ ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തപ്പോൾ നീ റിജക്ട് ചെയ്തത്? അന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാണ്, നിന്നെ കൊണ്ട് ഞാൻ എന്നെ ഇഷ്ടമാണെന്ന് പറയിപ്പിക്കുമെന്ന്. അല്ലാതെ എനിക്ക് നിന്നോട് മുഴുത്ത പ്രേമമൊന്നുമില്ല. പിന്നെ പ്രേമിച്ച് നടന്ന് എനിക്കൊരു ടൈം പാസിന് വേണ്ടി മാത്രമായിരുന്നു. പക്ഷെ നീ സീരിയസ് ആയിരുന്നു. ഒരു പരിഹാസ ചുവയോടെ അവൻ പറഞ്ഞു നിർത്തി. ഇല്ല ഏട്ടാ, ഇനി ഞാൻ ഏട്ടന്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും ഞാൻ വരില്ല. നമുക്ക് ഇവിടെ നിർത്താം. കഴിഞ്ഞ 4 വർഷം ഞാൻ ഹൃദയത്തിലും ഏട്ടൻ തമാശയായും കൊണ്ടു നടന്ന ഈ പ്രണയം നമുക്ക് ഇവിടെ നിർത്താം. മനസ്സിലുള്ള തേങ്ങലുകൾ പുറത്തു വരാതെ അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞു നിർത്തി. ഓടി. പിന്നെ കല്യാണത്തിന് വരണം. വന്ന് ഞാനും എന്റെ പെണ്ണും സന്തോഷത്തോടെ നിൽക്കുന്നത് നീ കാണണം. അവളെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. ഇനി ഒന്നും കേൾക്കാൻ ത്രാണിയില്ലാതെ അവൾ ആ മഴയിലൂടെ അവിടെ നിന്ന് ഓടി അകന്നിരുന്നു. അവൾ പോയ വഴിയെ നോക്കി അവൻ പുച്ഛിച്ചു ചിരിച്ചു. ഇവൾ ഇഷാനി തരകൻ, അപ്പൻ തരകൻ സാമുവൽ, അമ്മച്ചി ടീന തരകൻ. സാധാരണ ഒരു കുടുംബത്തിലെ കുട്ടിയാണ് ഇഷ. അപ്പൻ ഒരു പലചരക്ക് കട നടത്തുന്നു. അമ്മച്ചി അപ്പനെ സഹായിച്ച് കടയിൽ നിൽക്കുന്നു. ഇഷ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു നിൽക്കുന്നു. ഇന്നായിരുന്നു കോളേജിൽ അവളുടെ അവസാനത്തെ ദിവസം. കോളേജിലെ മാത്രമല്ല, 4 വർഷം ചങ്കിൽ കൊണ്ടു നടന്ന അവളുടെ മാത്രം ശരണേട്ടനോടുള്ള പ്രണയം. കോളേജിലെ ആദ്യ ദിവസമാണ് അവൾ ശരണിനെ കാണുന്നത്. റാഗിങ്ങിന്റെ പേരിൽ പ്രൊപ്പോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ചെയ്യാതെ അവൾ ക്ലാസ്സിലേക്ക് പോയി. കോളേജ് തുടങ്ങി 2 മാസം കഴിഞ്ഞപ്പോൾ ശരൺ അങ്ങോട്ട് വന്ന് പ്രൊപ്പോസ് ചെയ്തു. ആദ്യമൊക്കെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയെങ്കിലും എപ്പോഴൊക്കെയോ അവളും അവനെ പ്രണയിച്ചു തുടങ്ങിയിരുന്നു. പിന്നെ അങ്ങോട്ട് അവരുടെ പ്രണയകാലമായിരുന്നു. നീണ്ട 4 വർഷത്തെ പ്രണയം. ഇഷയുടെ സെയിം ക്ലാസ്സിൽ തന്നെയായിരുന്നു ശ്രുതി പഠിക്കുന്നത്. ഇഷയേക്കാൾ ശ്രുതിയെ കാണാനായിരുന്നു ഭംഗി കൂടുതൽ. അതിന്റെ ഒരു അഹങ്കാരവും അവൾക്കുണ്ട്. ഇഷയ്ക്ക് പഠിക്കാൻ കഴിവുള്ളത് കൊണ്ട് ശ്രുതിക്ക് അവളോട് ദേഷ്യമുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ അവൾ ഇഷയെ കളിയാക്കുകയും ചെയ്യുമായിരുന്നു. വീടിന്റെ ഗേറ്റ് കടന്നപ്പോൾ കണ്ടു ഫ്രണ്ടിൽ കിടക്കുന്ന ഒരു കാർ. പരിചയമില്ലാത്തതായതുകൊണ്ട് തന്നെ അവൾ ആ കാർ കുറച്ചു നേരം നോക്കി നിന്നു. എന്നിട്ട് വീട്ടിലേക്ക് കയറി. അകത്തേക്ക് കയറിയ അവൾ കാണുന്നത് അച്ഛനോടും അമ്മയോടും കളിച്ചു ചിരിച്ചു ഇരുന്ന് സംസാരിക്കുന്ന ചെറുപ്പക്കാരനെയാണ്. ആ ചെറുപ്പക്കാരന്റെ തൊട്ടടുത്ത് തന്നെ അമ്മയുടെയും അച്ഛന്റെയും പ്രായം വരുന്ന 2 പേരുമുണ്ട്. എന്തൊക്കെയോ സംസാരിച്ച് തല ഉയർത്തി നോക്കിയ തരകൻ കാണുന്നത് വാതിക്കൽ നിൽക്കുന്ന ഇഷയാണ്. ആ, അപ്പയുടെ മോള് വന്നോ? അയ്യോ, ഇതെന്ത് പറ്റി? ദേഹം മുഴുവൻ നനഞ്ഞല്ലോ. കൂടെ കൊണ്ടുപോയില്ലേ മോളെ? ഒരു അപ്പന്റെ വേവലാതിയോട് ചോദിച്ചു. തരകന്റെ ശബ്ദം കേട്ടാണ് എല്ലാവരും ഇഷയെ കാണുന്നത്. അവളെ നോക്കുന്നവർക്കെല്ലാം ഒരു ചെറു പുഞ്ചിരി മറുപടിയായി തിരിച്ചു കൊടുത്തു. ആ മോളെ, ദേ ഇവർ ആരാന്ന് മനസ്സിലായോ? തരകൻ ചോദിച്ചു. അവൾ ഇല്ല എന്ന് തല അനക്കി. ഞാൻ എപ്പോഴും പറയാറില്ലേ എന്റെ ഒരു പഴയ കൂട്ടുകാരനെ കുറിച്ച്? തരകൻ ചോദിച്ചതും അവൾ അതേ എന്ന് തലയാട്ടി. ആ, അവനാണിത്. പേര് തോമസ്. അവന്റെ അപ്പുറത്തിരിക്കുന്നത് അവന്റെ ഭാര്യ റീത്ത.
പിന്നെ ദേ ആ ഇരിക്കുന്നത് അവരുടെ രണ്ടാമത്തെ മകൻ എയ്തൻ തോമസ്. മൂത്തത് ഒരു മകനാണ്. ഓരോ ആൾക്കാരെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തരകൻ പറഞ്ഞു. അവൾ അവരെ ഒന്ന് നോക്കി. തോമസ് അങ്കിളിനെ കണ്ടാൽ തന്നെ അറിയാം പക്ക ഒരു ജെന്റിൽമാൻ ആണെന്ന്. റീത്ത ആന്റിയെയും കാണാനാണേലും നല്ല സൗന്ദര്യമുണ്ട്. ആ ഇരിക്കുന്ന ചെറുപ്പക്കാരനെയും കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് അവൾക്ക് തോന്നി. മൂത്തതൊരു മകനാണ്, എഡ്വിൻ തോമസ്. ബിസിനസ് എല്ലാം അവനാണ് നോക്കുന്നത്. ഒരു മീറ്റിങ്ങിന് പോയതാ, അതാ ഇന്ന് വരാത്തെ. പിന്നെ ഇവനിപ്പോ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്. അവളെ നോക്കിക്കൊണ്ട് തോമസ് പറഞ്ഞു. അതിന് മറുപടിയായി എന്നോണം അവൾ കൃത്യമായി പുഞ്ചിരിച്ചു കാണിച്ചു. ആ പിന്നെ ദേ നിങ്ങളെ കാണാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, എന്റെ മകൻ എഡ്വിക്ക് മോളെ അവന്റെ പെണ്ണായി തരുമോ എന്ന് ചോദിക്കാനാണ്. ഇവിടെ വരുന്നത് വരെ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഇല്ലായിരുന്നു. പക്ഷെ മോളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി. മോളേക്കാൾ നല്ലൊരു കുട്ടിയെ എന്റെ മോന് കിട്ടില്ല എന്ന് എന്റെ മനസ്സ് പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, തരുമോ എന്റെ മകളായി? അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് റീത്ത പറഞ്ഞു. റീത്ത പറഞ്ഞത് കേട്ട് എല്ലാവരും ആദ്യമൊന്ന് ഞെട്ടി. അടുത്ത നിമിഷം ഇഷ ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. കേട്ടത് വിശ്വസിക്കാനാവാതെ അവൾ പറഞ്ഞിരുന്നു. എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ റീത്തെ. എന്റെ മോൾക്ക് ഇതിലും നല്ലൊരു ബന്ധം വേറെ കിട്ടാനില്ല. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇഷമോളാണ്. അവളുടെ സന്തോഷമാണ് ഞങ്ങളുടെ. അല്ല, നീ എന്ത് പറയുന്നു ടീനെ? നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? അടുത്തു നിൽക്കുന്ന ടീനയെ നോക്കിക്കൊണ്ട് തരകൻ ചോദിച്ചു. എനിക്ക് വിരോധമൊന്നും ഇല്ലിച്ചായ. അവൾക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് 100% സമ്മതമാണ്. ഒരു ചിരിയോടെ അവൾ മറുപടി നൽകി. മോളൊന്നും പറഞ്ഞില്ല. മോൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം മതി കേട്ടോ. മോളെ കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടമായി. അതുകൊണ്ടാണ് വളച്ചുകെട്ടില്ലാതെ ഞാൻ മോളോട് പറഞ്ഞത്. ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. അത്രയും പറഞ്ഞതിന് മറുപടി ഒന്നും പറയാതെ നിൽക്കുന്ന ഇഷയെ ചേർത്ത് പിടിച്ചുകൊണ്ട് റീത്ത പറഞ്ഞു. ഞാൻ അല്ല, എനിക്ക് അത് അല്ല ആന്റി, ഞാൻ ആലോചിച്ചിട്ട് പറയാം. ഇപ്പൊ പെട്ടെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് അല്ല, ഞാൻ ഞെട്ടിപ്പോയി അതാ. വിക്കി വിക്കി എങ്ങനെയൊക്കെയോ അവൾ പറഞ്ഞു. ആരെയും തിരിഞ്ഞു നോക്കാതെ റൂമിലേക്ക് പോയി. തന്റെ നഗ്നമായ പുറത്തറിയുന്ന ഉമിനീരിന്റെ തണുപ്പിൽ അവൾ കിടക്കയിൽ ഒന്ന് ഉയർന്നു പൊങ്ങി. അവളുടെ പിടച്ചിലറിഞ്ഞതും അവന്റെ ചുണ്ടിൽ വശ്യമായ പുഞ്ചിരി വിരിഞ്ഞു. ആ ചിരിയോടെ തന്നെ അവൻ അവളെ വലിച്ചു നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അന്നാമോ? അവളുടെ കാതിൽ പതിയെ ചുണ്ടു കടിച്ചുകൊണ്ട് അവൻ വിളിച്ചു. ഇച്ചായ. അവൻ നൽകിയ സുഖത്തിൽ പുളഞ്ഞുകൊണ്ട് അവൾ വിളിച്ചു. ദേ പെണ്ണെ, ഇങ്ങനെ കിടന്ന് പൊളഞ്ഞാലുണ്ടല്ലോ ഞാൻ നിർത്തിയിടത്ത് നിന്ന് തുടങ്ങും. പിന്നെ മതി, വേണ്ട, പതിയെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. എനിക്ക് മാത്രമേ അറിയൂ എങ്ങനെയാണ് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നതെന്ന്. അപ്പോഴവളുടെ ഒരു കുറുകൽ. അവളുടെ നഗ്നമായ വയറിലൂടെ കൈകൾ പായിച്ച് അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞു. അവൻ പറഞ്ഞത് കേൾക്കെ അവളുടെ കവിളുകൾ ചുവന്നു കയറി. ചുവന്ന മുഖവും അവളിൽ നിന്ന് ഒളിപ്പിക്കാൻ എന്ന പോലെ അവന്റെ കഴുത്തിലേക്ക് അവൾ മുഖം പൂഴ്ത്തിവെച്ചു. ദേ ഇങ്ങോട്ട് നോക്കിക്കേ. എന്റെ പെണ്ണിന് നാണം വരുന്നുണ്ട്. നാണം കൊണ്ട് ചുവന്നു തുടുത്തു നിൽക്കുന്ന ആ മുഖം ഞാനൊന്ന് കാണട്ടെ പെണ്ണെ. അതുകൊണ്ട് നല്ല കുട്ടിയായി എന്നെ ഒന്ന് നോക്കിക്കേ. കഴുത്തിൽ മുഖം പൂഴ്ത്തി കിടക്കുന്നവളുടെ നഗ്നമായ പുറത്തിലൂടെ തഴുകിക്കൊണ്ട് അവൻ പറഞ്ഞു. അതിനവൾ ഒന്ന് കുറുകിക്കൊണ്ട് ഒന്നുകൂടെ അവന്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അവിടെ അമർത്തി കടിച്ച്. ആ എടി പട്ടിക്കുട്ടി, കടിച്ചു പറിച്ചോ അവിടെ. ഓ, എന്നാ ഒരു വേദനയാണ് എന്റെ കർത്താവേ. അവൾ കടിച്ച സ്ഥലത്ത് അമർത്തി തിരുമ്മിക്കൊണ്ട് അവൻ അവളെ കൂർപ്പിച്ചു നോക്കി. അവന്റെ നോട്ടം കണ്ട് വെളുക്കനെ ഒന്ന് ചിരിച്ച് കഴിച്ചെടുത്ത് അമർത്തി മുത്തിക്കൊണ്ട് പതിയെ ചുണ്ടും നാവും കൊണ്ട് നുണഞ്ഞു. അവളുടെ ആ പ്രവൃത്തി അവനിലെ ആണിനെ വളർത്താൻ കഴിയുന്നതായിരുന്നു. അവന്റെ സിരകളിലൂടെ പ്രണയമെന്ന വികാരം കുതിച്ചൊഴുകി. ഒറ്റ തിരിക്കലിൽ അവളെ അവൻ താഴെയാക്കി അവളുടെ മുകളിൽ സ്ഥാനം പിടിച്ചു. ചുവന്നു തൊടുത്ത അവളുടെ ചുണ്ടുകളിലേക്ക് അവന്റെ ചുണ്ടുകൾ ചേർത്ത അവയെ നുണയാൻ തുടങ്ങി. ദീർഘമായ ചുംബനത്തിനൊടുവിൽ കിതച്ചുകൊണ്ട് അവളുടെ മാറിലേക്ക് അവൻ മുഖം പൂഴ്ത്തി. ചുണ്ടും നാവും അവളിൽ ഒഴുകി നടന്നു. അവന്റെ നാവുകൾ അവളിൽ പതിയെ പ്രണയകാവ്യങ്ങൾ രചിച്ചു. ഒരു തീനാളമായി അവൻ അവളിലേക്ക് പടർന്നു കയറി. ഒടുവിൽ കിതച്ചുകൊണ്ട് അവളുടെ മാറിലേക്ക് അവൻ മുഖം പൂഴ്ത്തി കിടന്നു. ഒരു കൈ കൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ച് മറ്റേ കൈ കൊണ്ട് അവന്റെ തലയിൽ അവൾ തഴുകിക്കൊണ്ടേയിരുന്നു. അവൻ ഉറങ്ങിയെന്ന് മനസ്സിലായതും അവൾ പുതപ്പെടുത്ത് ശരിക്കിട്ട് കണ്ണടച്ചു കിടന്നു. അവളുടെ ചിന്ത 1.5 വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോയി. അപ്പോഴും 2 കൈ കൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചിരുന്നു. കല്യാണക്കാര്യം പറഞ്ഞപ്പോൾ വല്ലാത്ത ഒരു മരവിപ്പായിരുന്നു ആദ്യം. പ്രാണനെ പോലെ വർഷങ്ങളായി സ്നേഹിച്ച വ്യക്തി വെറും ഒരു വാക്കിലാണ് ഉപേക്ഷിച്ചു പോയത്. കല്യാണം കഴിഞ്ഞാൽ താൻ എങ്ങനെ പെരുമാറും? തന്റെ കയ്യിൽ എന്തുണ്ട് ശുദ്ധമായിട്ട്? ഉണ്ട്, തന്റെ ശരീരം മാത്രം. തന്റെ മനസ്സ് വേറൊരാൾക്ക് കൊടുത്തിരുന്നു അല്ലേ? മിന്നു കെട്ടിയവനോട് നീതി പുലർത്താൻ തനിക്ക് കഴിയുമോ? വല്ലാത്തൊരവസ്ഥയിലായിരുന്നു താനന്ന്. തോമസ് അങ്കിളൊക്കെ തിരിച്ചു പോയി കഴിഞ്ഞ് വളരെ സന്തോഷത്തിലായിരുന്നു അമ്മയും അപ്പയും. അത് അവരുടെ മുഖത്ത് കാണുകയും ചെയ്യുമായിരുന്നു. അന്ന് രാത്രി അപ്പയും അമ്മയും തന്റെ അടുത്ത് വന്ന് പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് മാത്രം, അവരുടെ സന്തോഷത്തിനു വേണ്ടി മാത്രമായിരുന്നു താൻ കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ.
പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. കല്യാണത്തിന് ഡ്രസ്സ് എടുക്കല്, സ്വർണം എടുക്കല്, ഇതെല്ലാം നടക്കുമ്പോൾ താൻ വെറും ഒരു പാവം മാത്രമായിരുന്നു. മിന്നു കെട്ടിയന്റെ അന്ന് പള്ളിയിൽ വെച്ചാണ് താൻ ആദ്യമായി ഇച്ചായനെ കണ്ടത്. വെളുത്ത നല്ല ബോഡിയും ഒക്കെ കണ്ടാൽ നല്ല ഒന്നാന്തരം നസ്രാണി. തിരുസഭയുടെ മുന്നിൽ വെച്ച് മിന്നു കെട്ടി ഇച്ചായന്റെ പെണ്ണാക്കി മാറ്റി. സാരി തലയിൽ കൂടി ഉടുപ്പിച്ച് ഒരു നോട്ടം നോക്കി. ആ നോട്ടത്തിൽ താൻ കുരുങ്ങിപ്പോയത്. പാൽ ഗ്ലാസ് കയ്യിൽ പിടിച്ച് റൂമിലേക്ക് നടക്കുമ്പോൾ മനസ്സ് വല്ലാതെ കിടന്നു പിടച്ചിരുന്നു. അകത്ത് കയറിയപ്പോൾ കണ്ടു തന്റെ വരവ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഇച്ചായനെ. വല്ലാത്തൊരു മരവിപ്പായിരുന്നു അപ്പോൾ. കയ്യിലിരുന്ന ഗ്ലാസ് വാങ്ങി അടുത്തു കിടന്ന മേശയിൽ വെച്ച് തന്നെ ഒന്ന് നോക്കി ബാൽക്കണി ലക്ഷ്യമാക്കി നടന്നു. താൻ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട, ഞാനൊന്നും ചെയ്യില്ല. ഇപ്പൊ വിളിച്ചത് അത്യാവശ്യമായി കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. തന്റെ പാസ്റ്റ് ഒക്കെ എനിക്കറിയാം. കഴിഞ്ഞ 4 വർഷം പ്രാണനെ പോലെ കൊണ്ടു നടന്ന പ്രണയത്തെ മറക്കാൻ തനിക്ക് കഴിയില്ല എന്നറിയാം. താൻ സീരിയസ് ആയി പ്രണയിച്ചപ്പോൾ പുള്ളിക്കാരൻ അതൊരു ജോക്കായി എടുത്തു അല്ലേ? ജീവിതം എന്ന് പറയുന്നത് അങ്ങനൊക്കെയാണ്. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലും കാണും ഇങ്ങനെ ഒരു സംഭവം. ഞാൻ പറഞ്ഞു വന്നത്, താൻ എന്ന് പൂർണ്ണമായും എന്നെ ഒരു ഭർത്താവായി അംഗീകരിക്കുന്നു അന്നേ ഞാനും തന്നെ എന്റെ ഭാര്യയായി കാണൂ. അതുവരെ നമുക്ക് നല്ലൊരു ഫ്രണ്ട്സായി പോകാം. പെട്ടെന്നുള്ള ഒരു വിവാഹം ആയതുകൊണ്ട് തന്നെ എനിക്കും പൊരുത്തപ്പെട്ടു പോകാൻ കുറച്ച് സമയം വേണം. തന്റെ മനസ്സിലുള്ളത് എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഞാൻ എന്നും കൂടെ കാണും. അതുപോലെ തന്നെ നമ്മുടെ ഈ റൂമിന്റെ വെളിയിൽ ഭാര്യ ഭർത്താവായി അഭിനയിക്കാതെ എല്ലാവരുടെയും മുമ്പിൽ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് തന്നെ നമുക്ക് പോകാം. തന്നെ നോക്കി ചുണ്ടിൽ ചെറിയൊരു ചിരിയോടെ അവൻ പറഞ്ഞു നിർത്തി. അവന്റെ ഓരോ വാക്കും അവൾക്കൊരു ആശ്വാസമായിരുന്നു. അവൻ പറഞ്ഞു നിർത്തിയിരുന്നതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. സത്യം പറയാലോ, ഇപ്പൊ ഇച്ചായൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇച്ചായനോട് എല്ലാം തുറന്നു പറയാൻ തന്നെയായിരുന്നു. പ്രാണനെ പോലെ സ്നേഹിച്ചു പോയി, പക്ഷെ ചതിക്കുകയാണെന്നറിയാൻ വൈകിപ്പോയി. എല്ലാം മറന്നു വരുവാണ് ഞാൻ. ഇനി പഴയ കാലത്തേക്ക് ഒരു മടങ്ങിപ്പോക്ക് എനിക്കില്ല. ഇച്ചായൻ പറഞ്ഞതുപോലെ പരസ്പരം മനസ്സിലാക്കുന്ന ദിവസം നമുക്ക് ഒരുമിച്ചൊരു ജീവിതം തുടങ്ങാം. അതുവരെ ബെസ്റ്റ് ഫ്രണ്ടായി തന്നെ പോകാം. തിരിച്ച് അതേ ചിരിയോടെ തന്നെ അവൾ പറഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളിൽ മുഴുവൻ തനിക്ക് അത്ഭുതമായിരുന്നു ഇച്ചായൻ. എന്തിനും പോകുന്ന ഒരു നല്ല ഫ്രണ്ടായിരുന്നു ഇച്ചായൻ തനിക്ക്. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. തന്റെ മനസ്സിൽ ഇച്ചായനോട് സുഹൃത്ത് എന്ന നിലയിൽ മാറി പ്രണയം വിരിയാൻ തുടങ്ങിയത് താൻ അറിഞ്ഞു. ആരും അറിയാതെ മനസ്സിൽ ഒളിപ്പിച്ചു. പിന്നീട് ഇച്ചായനും തന്നെ പ്രണയിച്ചു തുടങ്ങിയെന്ന് അറിഞ്ഞു. ഇച്ചായന്റെ പിറന്നാളിന്റെ അന്നാണ് മനസ്സിലെ ഇഷ്ടം തുറന്നു പറഞ്ഞ് ഒരു കൈ കൊണ്ട് ചേർത്ത് നിർത്തി നെറ്റിയിലൊന്ന് അമർത്തി മുട്ടിക്കൊണ്ട് തിരിച്ചും ഇഷ്ടമാണെന്ന് പറഞ്ഞു. ആ നിമിഷം താനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി എന്ന് തോന്നിപ്പോയി. പിന്നീട് ഞങ്ങളുടെ പ്രണയകാലമായിരുന്നു അങ്ങോട്ട്. അടിയും പിടിയും വഴക്കുമായി നടന്നു. ഇതിനിടയിൽ ഞാനും ഇച്ചായനും കാനഡയിൽ സെറ്റിലായി. പരസ്പരം പ്രണയിച്ച് ഞങ്ങളുടെ ജീവിതം ഒരു പുഴ പോലെ ശാന്തമായി ഒഴുകുന്നു. ഡി പെണ്ണെ, എഴുന്നേറ്റെ, സമയം കുറെ ആയി. തന്റെ നെഞ്ചിൽ പൂച്ചക്കുഞ്ഞിനെ പോലെ കിടന്നുറങ്ങുന്ന ഇഷയെ നോക്കിക്കൊണ്ട് അവൻ വിളിച്ചു. അവന്റെ വിളിയിൽ ഒന്ന് കുറുകിക്കൊണ്ട് അവൾ തിരിഞ്ഞു കിടന്നു. തിരിഞ്ഞു കിടക്കുന്ന വഴിയിൽ അവളുടെ ദേഹത്ത് നിന്ന് പുതപ്പ് കുറച്ച് മാറിപ്പോയി. അത് കാണെ അവന്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. രാവിലെ തന്നെ ഈ പെണ്ണെന്നെ വഴി തെറ്റിക്കും. ഇന്നലത്തെ ക്ഷീണമാണെ മാറിയിട്ട് പോലുമില്ല. നെറ്റിയിൽ കൈവച്ച് തിരുമ്മിക്കൊണ്ട് ആൽബി മനസ്സിൽ പറഞ്ഞു. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ ബാത്റൂമിലേക്ക് കയറിപ്പോയി. തിരിച്ച് ഫ്രഷായി ഇറങ്ങിയപ്പോൾ ഇഷ എഴുന്നേറ്റ് ബെഡിൽ ചാരി ഇരിപ്പുണ്ട്. ഗുഡ് മോർണിംഗ് വൈഫി. തല തുവർത്തിക്കൊണ്ടിരുന്ന ടവൽ സ്റ്റാൻഡിൽ വിരിച്ചിട്ടുകൊണ്ട് ആൽബി പറഞ്ഞു. ഗുഡ് മോർണിംഗ് ഇച്ചായ. അവിടെ തന്നെ ഇരുന്നു കൊണ്ട് തന്നെ അവളും വിഷ് ചെയ്തു. സമയം കുറേയായി, പോയി ഫ്രഷായി വാ, ഞാൻ പോയി കോഫി എടുത്തിട്ട് വരാം. തലമുടി ചീകുന്നതിൻ്റെ ഇടയിൽ അവൻ പറഞ്ഞു. അവൾ എഴുന്നേറ്റ് ബെഡ്ഷീറ്റ് പുതച്ച് മിററിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൽബിക്ക് ഒരു ഉമ്മയും കൊടുത്ത് ബാത്റൂമിലേക്ക് കയറി. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ അടുക്കള ലക്ഷ്യമാക്കി നടന്നു. ബാത്റൂമിൽ കയറി അവിടെ സെറ്റ് ചെയ്തിട്ടുള്ള മിററിന്റെ മുന്നിൽ ചെന്ന് നിന്നു. ഇന്നലത്തെ രാത്രിയുടെ ബാക്കി എന്ന പോലെ കഴുത്തിലും മാറിലും ഒക്കെ ചുവന്നു കിടക്കുന്ന ഇച്ചായന്റെ പല്ലിന്റെ പാടുകൾ ഒന്ന് തഴുകി. അവളുടെ കവിളുകൾ ചുവന്നു വന്നു. കണ്ണാടിയിൽ കാണുന്ന അവളുടെ പ്രതിബിംബത്തിലേക്ക് ഒരു നിമിഷം ഒന്ന് നോക്കി നിന്നു. കറുത്തിരുണ്ട് ഇരുന്ന തന്റെ മുഖം ഇന്ന് പാൽ പോലെ വെളുത്തു. ഇടുപ്പ് വരെ വരുന്ന എണ്ണ തേച്ച് പതുക്കി വെച്ച മുടി ഇന്ന് തോള് വരെ മാത്രം. പട്ടുപോലെ തിളങ്ങുന്ന മുടി അവിടെ ഇവിടെയായി കളർ ചെയ്തേക്കുന്നു. ആനക്കുട്ടിയുടെ പോലുള്ള ശരീരം ഇന്ന് ചുള്ളിക്കമ്പ് പോലെ. എല്ലാം കൊണ്ടും അവൾ പഴയ ഇഷാനിയിൽ നിന്നും ഒരുപാട് മാറിയിരുന്നു. ഇപ്പൊ ആര് കണ്ടാലും നോക്കിപ്പോകുന്ന സൗന്ദര്യം, നർത്തികയുടെ മെയ്യഴക്. കഴിഞ്ഞ 1.5 വർഷങ്ങൾ കൊണ്ട് അവൾ മാറി. അവളെ സ്നേഹിക്കുന്ന അവളുടെ മാത്രം ആൽബിച്ചായന് വേണ്ടി. കുളി കഴിഞ്ഞ് ഒരു ടീഷർട്ടും ഒരു ഷോർട്സും ഇട്ട് മുടി ഡ്രയർ വെച്ച് ഉണക്കി. നെറ്റിയിൽ ഇച്ചിരി സിന്ദൂരം തൊട്ടു. ചുണ്ടിൽ ലിബാമും ഇട്ട് അവൾ അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയിൽ ചെല്ലുമ്പോൾ 2 പേർക്കുമുള്ള കോഫി ആൽബി ഇട്ടിരുന്നു.
അതും എടുത്ത് അവർ സോഫയിൽ വന്നിരുന്നു. ഇഷ പോയി TV ഓൺ ചെയ്ത് കാണാൻ തുടങ്ങി. ആൽബി വന്ന് അവളുടെ മടിയിൽ തല വെച്ച് കിടന്നു. കയ്യിലിരുന്ന കോഫി കപ്പ് മേശയിൽ വെച്ച് അതിന്റെ അടുത്തിരുന്ന ലാപ്ടോപ്പ് എടുത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങി. അവൾ ഒരു കൈ കൊണ്ട് അവന്റെ തലയിൽ തഴുകിക്കൊണ്ടേയിരുന്നു. മറ്റേ കൈയിൽ കപ്പിൽ നിന്നും കോഫി കുടിച്ചുകൊണ്ട് TV കാണാനും തുടങ്ങി. ഇച്ചായ, കട്ടിലിൽ ഇരുന്ന് ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൽബി അവളുടെ വിളിയിൽ തല ഉയർത്തി നോക്കി. എന്നാടി, എന്താ കാര്യം പറ. മടിയിലിരുന്ന ലാപ്ടോപ്പ് മാറ്റിവെച്ച് അവളെ പിടിച്ച് മടിയിലിരുത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. അത് എന്റെ കൂടെ MBA പഠിച്ച വർഷ എന്ന് പറഞ്ഞ ഒരു കുട്ടി വിളിച്ചിരുന്നു. അടുത്ത മാസം 10-ന് റീയൂണിയൻ വെച്ചിട്ടുണ്ട്. അപ്പൊ വരണമെന്ന് പറഞ്ഞു. അവന്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അടുത്ത മാസം 10 എന്ന് പറയുമ്പോൾ കഷ്ടിച്ച് ഒരാഴ്ചയല്ലേ ഉള്ളൂ. അല്ല, നീ എന്നാ പറഞ്ഞേ? അവളെ നോക്കി സംശയത്തോടെ അവൻ ചോദിച്ചു. അത് ഞാനൊന്നും പറഞ്ഞില്ലേ ചായ, ചോദിച്ചിട്ട് പറയാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അവന്റെ ചോദ്യത്തിന് എന്ന പോലെ അവൾ പറഞ്ഞു. നിനക്ക് പോകാൻ ആഗ്രഹമുണ്ടോ പൊന്നെ? ഉണ്ടെങ്കിൽ നമുക്ക് മറ്റന്നാൾ തന്നെ നാട്ടിലേക്ക് പോകാം. അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് അവൻ ചോദിച്ചു. പോകണമെന്ന് ആഗ്രഹമുണ്ട് ചായ, പക്ഷേ അവസാനം ആ പടിയിറങ്ങുമ്പോഴുള്ള സംഭവങ്ങളെല്ലാം മനസ്സിൽ വരുന്നു. എന്തോ ഒരു വല്ലായ്മ. അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു കൊണ്ട് അവൾ പറഞ്ഞു. അവളുടെ മനസ്സിൽ നടക്കുന്ന സംഘർഷം അവൻ അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. അതറിഞ്ഞ പോലെ അവൻ ഒന്നുകൂടെ അവളെ ചേർത്ത് പിടിച്ചു. ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന പോലെ. പൊന്നെ, ദേ ഇങ്ങോട്ട് നോക്കിക്കേ. അവളുടെ താടിയിൽ പിടിച്ചുയർത്തിക്കൊണ്ട് അവൻ വിളിച്ചു. അവൾ അവന്റെ കണ്ണിലേക്ക് നോക്കിയിരുന്നു. എടി പൊണ്ടാട്ടി, ഇപ്പൊ നീ ആ പഴയ ഇശാനി തരകനല്ല, നല്ല ഒന്നാന്തരം നസ്രാണിയുടെ കെട്ടിയോളാണ്. അതായത് പ്ലാമറ്റത്ത് തറവാട്ടിലെ ആൽബി തോമസിന്റെ ഒരേ ഒരു ഭാര്യയാണ് ഇശാനി എന്ന നീ. അതുകൊണ്ട് എന്റെ പെണ്ണ് പഴയ കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട. മറ്റന്നാൾ നമ്മൾ നാട്ടിൽ പോകുന്നു. നിന്റെ കോളേജിന്റെ റീയൂണിയന് പങ്കെടുക്കുന്നു. തറവാട്ടിൽ നിന്നും ഈസ്റ്റർ ആഘോഷിക്കുന്നു, തിരിച്ചു വരുന്നു. അത്രയും ദിവസത്തെ ഇവിടുത്തെ കമ്പനി കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. പിന്നെ നിന്നെ ആ തേച്ചിട്ട് പോയില്ലേ, അവനെ എനിക്കൊന്ന് കാണണം. അവളെ പിടിച്ച് നെഞ്ചിലേക്ക് കയറ്റി കിടത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. അതെന്തിനാച്ചായ അവനെ കാണുന്നേ? ഒരു സംശയത്തോടെ അവൾ ചോദിച്ചു. അതോ, ഈ സ്വീറ്റ് പൊണ്ടാട്ടിയെ ഇട്ടിട്ട് പോയതിന് ഒരു വലിയ താങ്ക്സ് പറയാൻ. അവൻ പോയത് കൊണ്ടല്ലേ പെണ്ണെ എനിക്ക് നിന്നെ കിട്ടിയത്. അവളെ കൊണ്ട് മറിഞ്ഞ് അവളിലേക്ക് അമർന്ന ഒരു കള്ളച്ചിരിയോടെ ആൽവി പറഞ്ഞു. അങ്ങനെയാണോ? ചെറു കുറുമ്പോടെ അവൾ ചോദിച്ചു. അതേലോ. അതേ കുറുമ്പോടെ തന്നെ കീഴ്ചുണ്ട് കടിച്ചുകൊണ്ട് അവളെ മൊത്തം മുഴുകി നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. വഷളൻ, പോ അവിടെ നിന്ന്. അവനെ തട്ടി മാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞു. എന്നാ ചെറുക്കൻ അവിടെ നിന്ന് ശകലം അനങ്ങിയില്ല. വഷളൻ എന്തൊക്കെ കാണിക്കുമെന്ന് മോൾക്ക് അറിയുമോ? അറിയില്ലെങ്കിൽ ചേട്ടൻ ഇപ്പൊ പഠിപ്പിച്ചു തരാമേ. കള്ളച്ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് അവൻ ലൈറ്റ് ഓഫ് ചെയ്തു. പിന്നീട് അവരുടെ നിശ്വാസങ്ങൾ ഉയർന്നു കേട്ടു. പൊട്ടിച്ചിരികളും സീൽക്കാര ശബ്ദങ്ങളും അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു. ഒരു പേമാരിയായി വീണ്ടും അവൻ അവളിലേക്ക് പെയ്തൊഴിഞ്ഞു. വിയർത്തൊലിച്ച് അവളിലേക്ക് വീഴുമ്പോൾ ദൂരെ ആകാശത്തു നിന്നും ഒരു താരകം അവരെ നോക്കി കൺചിമ്മി. അവരിലേക്ക് എത്താൻ സമയമായി എന്ന് പറയും പോലെ.